നമസ്തേ. 29/6/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. മിഥുനം, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭവും, മേടം, കന്നി രാശിക്കാർക്ക് മധ്യമവും, ഇടവം, ചിങ്ങം, മകരം, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി 1-2 കമൻറ്റുകളുണ്ട്, അത് നോക്കാം. അതിൻ്റെ ഇത് നോക്കാം. ഒരാൾ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫീസ് ഉണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് അത് എത്രയാണെന്ന് പറയുന്നില്ലല്ലോ എന്ന്. അത് എന്തൊക്കെ അറിയേണ്ടതെന്ന് ആധാരമാക്കിയാണ് ഞാൻ ഫീസ് പറയുക. അതുകൊണ്ടാണ് ഫീസ് ഇത്രയാണെന്ന് പറയാത്തത്. പിന്നെ ഫീസ് അറിയണം എന്നുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറാണല്ലോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് വിളിച്ച് ചോദിക്കാൻ, ആരോടും ചോദിക്കേണ്ടല്ലോ, അവരവരുടെ ഫോണിൽ നിന്നൊന്ന് വിളിക്കാൻ. അപ്പോൾ താല്പര്യമുള്ളവർ, അതറിയണമെന്നുള്ളവർ അതങ്ങനെ വിളിച്ചോളും. അത് ആർക്കും വിളിക്കാം. അതിന് സാമ്പത്തികം ഉള്ളതും സാമ്പത്തികം ഇല്ലാത്തതും എന്ന ഒന്നുമില്ല. ഫോൺ നമ്പർ കൊടുക്കുന്നത് ആർക്കും വിളിക്കാൻ വേണ്ടിയാണല്ലോ. അതാർക്കും വിളിക്കാം. വിളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മറുപടി കൃത്യമായി കൊടുക്കും. ശരിക്കും ഫീസ് പറയുക, എന്തൊക്കെ അറിയണം എന്ന കാര്യം വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തതിന് ശേഷം, വാട്സാപ്പ് വഴിയാണ് ഞാൻ ഇത്ര രൂപയാണിത് നോക്കുന്നതിന് ഫീസ് എന്ന് മെസ്സേജ് ചെയ്യുക. അതുകൊണ്ട് എന്തൊക്കെ അറിയണം എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് ഫീസ് പറയുക. അതുകൊണ്ടാണ് ഫീസ് പറയാത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പം അതിനുള്ള മറുപടി ഇദ്ദേഹം 2-3 പ്രാവശ്യം എന്നോട് അങ്ങനെ ചോദിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതെ പോയതാണ്. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചോദ്യം തികച്ചും ആത്മാർത്ഥതയോടു കൂടിയാണ്. അതിൽ നെഗറ്റീവ് ഒന്നും കാണേണ്ടതില്ല. അങ്ങനെ നെഗറ്റീവ് വരത്തക്ക രീതിയിലല്ല അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് 2-3 പ്രാവശ്യം ചോദിച്ചതും നെഗറ്റീവ് വരുന്ന രീതിയിലല്ല. എങ്കിലും ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്ന കാര്യമുള്ളല്ലോ എന്ന് വിചാരിച്ച് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോൾ അത് പറയുന്നു. ഇതുകൊണ്ടാണ് പറയാത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിളിക്കാം. വിളിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലല്ലോ. അതാണല്ലോ ഫോൺ ഉള്ളത്. എന്തായാലും മൊബൈലിൽ ചാർജ് ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഫോൺ ചാർജ് ചെയ്യും. മിക്കവാറും ചാർജ് ചെയ്യുന്നത് 1 മാസത്തേക്കൊക്കെ ആയിരിക്കും. അത് എത്ര കോൾ വിളിച്ചാൽ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നഷ്ടമൊന്നുമില്ല. വിളിച്ച് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതിന് വേറെ നഷ്ടങ്ങളൊന്നും വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അത് വിളിച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക് അത് കിട്ടുമല്ലോ. ഇനി വേറെ പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നുമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു രാശിയുടെ എപ്പോഴാണ് തീരുക എന്ന് ഞാനത് പല പ്രാവശ്യങ്ങളും ഞാൻ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് പറയുന്നൊരു വകയില്ല. കാരണം ഞാൻ ഇതേ ദിവസത്തെയാണ് നോക്കുന്നത്. എത്ര കാലം കഴിഞ്ഞിട്ട് ദോഷം തീരുമെന്ന് നോക്കുന്നില്ല. അത് തീരുന്ന മുറയ്ക്ക് മാറ്റം വരും. ഇപ്പോൾ ചില രാശികൾക്കൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് നാൾ മുമ്പുള്ളത് ഇപ്പോൾ ഗുണമാണ് ദോഷമുള്ളത്. അതേപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുണമായിരുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ദോഷമായിട്ടാണ് പറയേണ്ടി വരിക. അപ്പം അതൊക്കെ അതിൻ്റേതായ സമയത്ത് മാറ്റം വരുമ്പോൾ അതനുസരിച്ച് പറയുക തന്നെ ചെയ്യും. ഇനി നമുക്ക് വിശദമായിട്ട് അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ കമൻ്റ് ഇടുക. എല്ലാ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്. മറുപടി പറയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. പൊതുവായ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. കൂടാതെ ചിലർ അവരുടെ നാളൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഭഗവാനോട് അങ്ങനെ ഇടുന്നവർ പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ ആര് പ്രാർത്ഥിച്ചാലും സ്വയം പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. അതെപ്പോഴും മനസ്സിലാക്കണം. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും നമ്മൾ പ്രാർത്ഥിക്കാതെ നടക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരും കൂടെ ചെയ്യുമ്പോൾ അതിന് ഫലം കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ ചെയ്യട്ടെ, ഞാൻ ഇത് പ്രാർത്ഥിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടില്ല. സ്വയം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയെ ബലവത്താക്കാൻ മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥനയും കർമ്മവും ഒക്കെ കഴിയും.
അതാണ് പറയുന്നത്. അതാണ് നമ്മളുടെ സിദ്ധാന്തം പറയുന്നത്. കാരണം സ്വന്തം കർമ്മഫലങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് ആരുടെയും പാപങ്ങളോ പുണ്യങ്ങളോ മറ്റാരും ഏറ്റെടുക്കുന്ന ഒരു ഈശ്വരനും നമുക്കില്ല. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾ തന്നെ പ്രാരാബ്ധ കർമ്മങ്ങളായി അനുഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളുമെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കർമ്മഫലങ്ങളിൽ അനുകൂലമായി വരുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടെ അനുകൂലമാക്കാനാണ് നമുക്ക് കഴിയുക. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കർമ്മവും വളരെ കൃത്യമായിരിക്കണം, പ്രാർത്ഥനകൾ കൃത്യമായിരിക്കണം. അങ്ങനെ ആയിരിക്കുന്നവരുടെ മറ്റുള്ളവരും കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അവർക്ക് കൂടുതൽ ഫലം പെട്ടെന്ന് കിട്ടാൻ, അനുകൂലമായ അവസ്ഥ പെട്ടെന്ന് കിട്ടാൻ സഹായിക്കും. അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരാൾ അവരവരുടെ കർമ്മഫലത്തെ വർദ്ധിപ്പിക്കുവാനാണ് മറ്റൊരാളുടെ സഹായം കിട്ടുക. അവരവരൊരു കർമ്മവും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എത്ര കർമ്മങ്ങൾ ചെയ്താലും ഫലം ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇത്. ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായ ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അലസതയൊക്കെ കുറയും. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും. ബുദ്ധി, മനസ്സ് ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മേടം രാശിക്കാർക്ക് കഴിയും. അസുഖമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അസുഖത്തിനൊരു ശമനം കിട്ടുന്ന, ഒരാശ്വാസം കിട്ടുന്ന ദിവസമായിരിക്കും മേടക്കൂറുകാർക്ക്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കടബാധ്യത വർദ്ധിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ ചെറിയ അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ കാരണം ഇവർക്ക് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അത് വളരെ ദോഷങ്ങളെ കുറയ്ക്കും. പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ നല്ല വാക്കുകൾക്ക് കഴിയും. അങ്ങനെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ള അംഗീകാരമൊക്കെ ചിലപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടേക്കാം. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ സംഭവിക്കാം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരെ ചില സഹായ സഹകരണങ്ങളൊക്കെ കിട്ടുമെങ്കിലും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഇടവം രാശി: ഇടവം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. അത്ര മേന്മയില്ല. എങ്കിലും അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് ദൈവാധീനം ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ ദൈവാധീനം ചെറുതായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ദോഷകരമാണെങ്കിലും വളരെ ശ്രദ്ധയും കരുതലും കൊടുത്താൽ ദോഷത്തിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് കഴിയും. ഇവർക്ക് ആരോഗ്യപരമായി അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അലസത ഉണ്ടാവും. എല്ലാ കാര്യത്തെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും. പിത്തസംബന്ധമായും ഉഷ്ണസംബന്ധമായുമൊക്കെ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. പ്രതിരോധ ശക്തി കുറവ് വളരെ കുറയുന്ന ഒരു ദിവസമാണ്. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ബുദ്ധിയും അനുകൂലമല്ല. മാതൃപിതൃജനങ്ങൾ അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. എന്നാൽ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല.
ശത്രുദോഷം ഉണ്ടാകുന്ന ദിവസമാണ്. മിത്രങ്ങൾ പോലും ശത്രുക്കളാകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില കടബാധ്യതകൾ, മുൻകോപം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി അഭിപ്രായം പറയുകയും ചെയ്യരുത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. വാഹന സംബന്ധമായ നേട്ടങ്ങളോ വാഹനത്തിൽ നിന്നുള്ള നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. തൊഴിൽ മേഖല അനുകൂലമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അനുകൂലമായ ദിവസമാണ്. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇടവൻ രാശിക്കാർക്ക്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്, ശുഭകരമായ ദിവസമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയം തന്നെയാണ്. അലസതയും സംശയവുമൊക്കെ ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ അലസതയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഒരു പ്രതിരോധ ശക്തിക്കുറവ് പൊതുവേ ഉണ്ടാകുന്ന സമയമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര മേന്മ പ്രതീക്ഷിക്കരുത്. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. അതുമാത്രമല്ല, ശത്രുക്കളിനെ മിത്രങ്ങളാക്കാൻ കഴിയുന്നൊരു സമയം കൂടെയാണ്. വാക്കുകളും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആളുകൾ അത് പറഞ്ഞു തീർത്ത് സൗമ്യമാകാൻ അനുകൂലമായ ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് തീർക്കുക. ശത്രുദോഷമൊക്കെ കാര്യമായിട്ടൊക്കെ ഇല്ലാതെ വെറുതെ സൗന്ദര്യപ്പണക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് വരാൻ കഴിയുന്ന സമയമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കടമൊക്കെ തീർക്കാൻ അനുകൂലമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക. മറ്റൊരു കാര്യത്തിനായിട്ട് മാറ്റി വെച്ചാൽ അതും നടക്കില്ല, കടം തീർക്കലും നടക്കില്ല. അതുകൊണ്ട് ആദ്യം കടം തീർക്കട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നടക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. ഇത് മറ്റൊരാളെ ഏൽപ്പിച്ച് തൻ്റെ തൊഴിലൊന്നും നോക്കിക്കോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് മാറാൻ കഴിയുന്ന അനുകൂലമായൊരു ദിവസമല്ല. അവരുടെ തൊഴിൽ വളരെ ശ്രദ്ധ അവർ തന്നെ കൊടുക്കേണ്ട ദിവസമാണ്. കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ദോഷമുള്ള ഒരു സമയമാണ്. പൊതുവെ പറഞ്ഞ ജീവിത പങ്കാളിയിൽ നിന്ന് അല്പം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാകുന്നൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകം രാശിക്കാരൻ. ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ല. അലസത, എല്ലാ കാര്യത്തിലും സംശയം, ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ തോന്നുക, അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ചോളണം. അതേപോലെ പിത്തസംബന്ധമായും വാദസംബന്ധമായുമുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർക്കുള്ള ബുദ്ധിമുട്ട്, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർക്കുള്ള പ്രയാസങ്ങളൊക്കെ കൂടുന്ന സമയമാണിത്. അതൊക്കെ ശ്രദ്ധിക്കണം.
അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായോ മറ്റോ ഒക്കെ കരാറുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ അത്ര അനുകൂലമായ ദിവസമൊന്നും അല്ല ഇത്. കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപം വരും. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം കർക്കിടകക്കൂറുകാർ നിയന്ത്രിക്കണം. കഴിയുമെങ്കിൽ തൽക്കാലം കൂടുതൽ സംസാരം ഒഴിവാക്കുന്നതും വളരെ നന്നായിരിക്കും. വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടങ്ങൾ സൃഷ്ടിക്കും. ധനപരമായും നഷ്ടമുണ്ടാവും. കുടുംബത്തിൽ മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുടുംബത്തിലൊരു സ്വസ്ഥത പൊതുവേ കുറവായിരിക്കും പല കാരണങ്ങൾ കൊണ്ടും. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അല്പമാത്രമായ ഒരു സഹകരണം സന്തോഷമൊക്കെ ലഭിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. വളരെ ശ്രദ്ധയോടെ ഈ ദിവസത്തെ കാണണം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. അലസതയൊന്നും ഇല്ലാതെ കാര്യം ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം ഒക്കെ തോന്നും. പക്ഷെ അത് അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുപോലെ മാതൃസ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കണം. അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അവർ കൃത്യമായി മെഡിസിനൊക്കെ എടുക്കുന്നവർ അത് കൃത്യമായി കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ മൂലം, മുൻകോപം മൂലമൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പധനനേട്ടമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ മേഖലയിലും ചില സംഘർഷാവസ്ഥകൾ, പ്രയാസങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇവർക്ക് പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല എന്നും കൂടെ മനസ്സിലാക്കണം. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. പക്ഷേ ഓരോ വേണ്ട രീതിയിൽ മനസ്സും ബുദ്ധിയും പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ എന്തെങ്കിലും ഒരു ചിന്തയുടെ പുറത്ത് പെട്ടെന്ന് എടുത്ത് ചാടി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ അത്ര മേന്മയാവില്ല. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ആവശ്യമില്ലാത്ത അപകടങ്ങൾ ചെയ്യും. അലസതയൊന്നുമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. എങ്കിലും വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളുള്ളവർ, ഈ രക്തവാതം പോലെ ഉള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത്. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മക്കളുമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളുണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലമായി നിൽക്കുമെങ്കിലും
കൂടെയുള്ള സഹപ്രവർത്തകരും തൊഴിൽ തൊഴിലാളികളുടെ സ്ഥാനത്തുള്ളവരൊക്കെ അനുകൂലമായിരിക്കില്ല, ശ്രദ്ധിക്കുക. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് വലിയ ദോഷമില്ലാത്തൊരു സമയമാണ്. ഇന്ന് പ്രത്യേകിച്ച് അനുകൂലമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യത്തിലൊരു കുറവുണ്ടാവും, ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും. അതേപോലെ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാരണം ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ അവർക്ക് ദോഷമില്ല, മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരും തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ദിവസമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ നിലനിൽക്കുന്നവർക്ക് അത് പോയി പറഞ്ഞു തീർത്ത് പോരാൻ കഴിയുന്നൊരു ദിവസം. അതുപോലെ ചെറിയ സൗന്ദര്യ പിണക്കമായിട്ടൊക്കെ നിൽക്കുന്നവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോയി സംസാരിക്കാനും ഒരു സൗഹൃദ അന്തരീക്ഷം പുതുക്കിയെടുക്കാനുമൊക്കെ തുലാക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ കേട്ടോ. എങ്കിലും പൊതുവെ ഇനി കുറച്ച് നാളത്തേക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. പൊതുവേ അവർക്ക് സുഹൃബന്ധങ്ങളൊക്കെ നല്ല സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നല്ല ബന്ധങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരല്പം സേവിങ് ഒക്കെ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒറ്റയടിക്കുന്നല്ല, കുറച്ചാണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേശ്ശെ അതിനൊക്കെ ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ പ്രവർത്തനങ്ങൾ നടത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകളൊക്കെ ചേരാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് ക്രിയാത്മകമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പുതിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ പുതിയ കൂട്ടിച്ചേർക്കലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാലഘട്ടമാണ്. അപ്പോൾ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പൊതുവെ ശുഭകരമായൊരു ദിവസമായിരിക്കും തുലാം രാശിക്കാർക്ക്. ഈശ്വരാധീനം കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായി മുന്നോട്ട് പോകും. അതുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. നന്നായി ഈശ്വരാധീനം ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് നാളത്തേക്കും കൂടെ വൃശ്ചികം രാശിക്കാർക്ക് മേന്മയില്ല. അപ്പോൾ അത് എന്നാ തീരുന്നതെന്നും പറയാൻ പ്രയാസമാണ്. കുറഞ്ഞത് നോക്കിയിട്ടില്ലല്ലോ. എങ്കിലും കുറച്ച് നാളത്തേക്കും കൂടെ എന്നൊരു ഊഹം പറയാൻ കഴിയുന്നേ ഉള്ളൂ. പൊതുവെ ഒട്ടും അനുകൂലമല്ല. നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കണം. നന്നായി നാമം ജപിക്കുക. രാവിലെ പ്രഭാതത്തിലെ നാമജപം ആ ദിവസത്തെ ദോഷത്തെ വളരെ കുറയ്ക്കും. അതേപോലെ കഴിയുമെങ്കിലും ഒന്ന് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഭഗവാനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പോരുന്നതും വളരെ നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ആത്മവിശ്വാസക്കുറവ്, അലസത, സംശയം ഒക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ അനുകൂലമായിട്ട് നിൽക്കും. ബുദ്ധിയും അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരതയും ഉണ്ടാകും. എന്നാൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ, അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രയാസം ഉണ്ടാക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കരാറുകൾ ഏർപ്പെടുക, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അതൊക്കെ പ്രതികൂലമായി വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യം അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. എടുത്തുചാട്ടം മൂലമുള്ള അപകടങ്ങളുണ്ടാകും. വാക്കുകൾ അനുകൂലമല്ല. വാഹനങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക. വളരെ വേഗതയിലൊക്കെ ഓടിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിൽ രംഗത്ത് അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ അത് അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ട സമയമായി ഇപ്പോൾ.
അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി അവരെ അവരോടൊന്ന് അകന്ന് നിൽക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുക എന്നല്ല, സൗഹൃദമുള്ള സ്നേഹത്തോടെ നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളാണെങ്കിലും ഇപ്പോൾ അവരുടെ വീടുകളോ അല്ലെങ്കിൽ അവരെയോ ഒന്നും സന്ദർശിക്കാനും ഒന്നും അനുകൂലമായ സമയമല്ല വൃശ്ചിക രാശിക്കാർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നിൽക്കുക. അവരിങ്ങോട്ട് വരുമ്പോൾ ആവാം സന്തോഷത്തോടെ പെരുമാറാം, പക്ഷെ അങ്ങോട്ട് പോയി അതൊക്കെ സന്ദർശിക്കാനും ബന്ധം പുതുക്കാനും ഒന്നും വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതേപോലെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊന്നും കിട്ടുന്ന സമയമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അത് കിട്ടാതെ വരുന്നതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ വൃശ്ചികക്കൂറുകാർ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വാക്കുകൾ അനുകൂലമല്ലാത്ത സമയമാണ്. കഫരോഗങ്ങൾ, അതിൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല ഈ സമയങ്ങളിൽ. അപ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് വേണം അവിടെയൊക്കെ പ്രവർത്തിക്കാനും വാക്കുകളൊക്കെ പ്രയോഗിക്കാനും ഒക്കെ. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല. അതേപോലെ ആഭരണങ്ങൾ, ധനം, ഇതിൻ്റെയൊക്കെ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽ മേഖലയും അനുകൂലമല്ല. അപ്പോൾ പൊതുവെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഒരു കാരണവശാലും ശ്രദ്ധിക്കരുത്, ഉണ്ടാവാൻ ഇടവരരുത്. അതേപോലെ നിലവിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ അനുചിതമായ പ്രവൃത്തികൾക്ക് കൂടെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് വൃശ്ചിക രാശിക്കാർ മുന്നോട്ട് പോവുക. ഇതൊരു പൊതുവായ നിർദ്ദേശങ്ങളാണ്, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇനി ധനുരാശി. ധനുരാശിക്ക് കഠിന ദോഷമുള്ള സമയം തന്നെയാണ്. ഈ ധനുരാശിക്ക് കഠിന ദോഷമുണ്ടെങ്കിലും കുറച്ച് ദൈവാധീനം കൂടെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ ദൈവാധീനം ഉള്ളപ്പോൾ എങ്ങനെയാണ് കഠിന ദോഷം വരിക എന്ന ചോദ്യം ചിലർ ചോദിക്കാം. ദോഷമുണ്ടാകും, അത് കഠിനമായി തന്നെയായിരിക്കും. പക്ഷേ അത് ഇതിനകത്തൊക്കെ കരകയറി പോരാൻ പറ്റും. ദോഷങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണെങ്കിലും അതൊന്നും ഇല്ലാതെ കരകയറി പോരാനായിട്ടൊരു സഹായം ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് നന്നായി ഈശ്വരനെ വിചാരിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഉള്ള ദൈവാധീനത്തെ വർദ്ധിപ്പിച്ചെടുത്താൽ മേന്മ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അർത്ഥം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമല്ല, മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല, മാതൃപിതൃസ്ഥാനികർ അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും അലസതയും സംശയത്തോടെ എല്ലാത്തിനെയും കാണുന്ന ഒരു ദിവസമാണ്. ആരോഗ്യ കുറവുണ്ടാവും. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. സഹോദരസ്ഥാനികർ അനുകൂലമല്ല. പുതിയ കൂടെ നിൽക്കുന്നവർ ശത്രുക്കളാകുന്ന ദിവസം കൂടെയാണ്. അതുകൊണ്ട് സുഹൃബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ വർക്കുകളൊന്നും ഒരു സുഹൃത്താണ് അത് കൈകാര്യം ചെയ്തോളും എന്ന് വിചാരിച്ച് ഏൽപ്പിച്ച് പോകാൻ അനുകൂലമായ ഒരു ദിവസമല്ല. ചിലപ്പോൾ സുഹൃത്തായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് കൈപ്പിഴ പറ്റിയാലും മതിയല്ലോ നിങ്ങളുടെ സമയദോഷം കൊണ്ട്. സുഹൃത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആരെയും ഏൽപ്പിക്കാതെ സ്വയം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാത്ത വാക്കുകളും വളരെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് അതിൻ്റെ അളവിനൊക്കെ കുറച്ച് കുറയാൻ ശ്രദ്ധിച്ചാൽ കഴിയും. മക്കളുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നുമല്ല. ആഭരണം, വാഹനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമൊക്കെ അനുകൂലമല്ലാതെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. പിന്നെ ഇനി മകരക്കൂറ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും.
അലസതയൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സ് ബുദ്ധി അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല. ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാവും. അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക പ്രശ്നങ്ങൾ മുതലായി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. വാക്കുകൾ വളരെ കരുതലോടെ, വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശിക്ക് നേട്ടങ്ങളുള്ള ദിവസമാണ്. ഗുണകരമായ ശുഭകരമായ ദിവസമാണ്. കുംഭരാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അതല്ലേ തൊഴിൽ രംഗത്തെ മേലുദ്യോഗസ്ഥരെ ഒന്ന് ശ്രദ്ധിക്കുക, അവരും അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും അവർക്ക് അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ചെറിയ ശത്രുദോഷമൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങളിലും കുടുംബത്തിലുള്ളവരുടെ സഹകരണവും സഹായവുമൊക്കെ കിട്ടുന്നതും പൊതുവെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം രാശിക്കാർ. കുറച്ച് നാളത്തേക്ക് അവർക്ക് ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ അനുകൂലമല്ല. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങളും അവർക്ക് കുറേ കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അവർക്ക് ഗുണം, ഈ കുംഭക്കൂറുകാർക്ക് ഗുണം. മീനം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയൊന്നുമില്ല. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരത കുറവ് ചെറുതായിട്ടൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാവും. ഈ ആസ്മ, അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടായാൽ കടം തീർക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യത്തിന് മാറ്റി വയ്ക്കാതിരിക്കുക, കാരണം അത് നടക്കാതെ വരും. ഈ പണവും നഷ്ടപ്പെടും, പല കാര്യങ്ങൾക്കായിട്ട് തീരും. അപ്പോൾ അതും നടക്കില്ല, പണവും ഉണ്ടാകാത്ത അവസരം. അതുകൊണ്ട് കിട്ടുന്ന അപ്പോൾ തന്നെ കടം തീർക്കാൻ ഉപയോഗിക്കുക. കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതേപോലെ ധനപരമായും അത്ര മേന്മയുള്ള ദിവസമല്ല. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു പൊതുഫലമാണ്. അത് മനസ്സിലാക്കി ഇതിനെ എല്ലാവരും സ്വീകരിക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.